ഹായ് ഗായ്സ്, ഇന്ന് പൊങ്കാല ഡേ ആണ്. സോ ഇപ്പം ഞങ്ങൾ വിറകൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാം. ആദ്യം മാനസയുടെ കാണിക്കുക. ഇതാണ് മാനസയുടെ ഔട്ട്ഫിറ്റ് ആൻഡ് ഞാൻ സാരിയാ. ഇതാ എൻ്റെ ഔട്ട്ഫിറ്റ്. ആൻഡ് ഇവിടെ ഇപ്പം എല്ലാവരും ഭയങ്കര ബഹളം നടക്കുന്നു. ടു ബി ഓണസ്റ്റ്, ഞാൻ പൊങ്കാലയുടെ ഇത് പറയാം. ഇന്നലെ രാത്രി ഞങ്ങളെല്ലാം ഇങ്ങനെ കല്ല് അടുപ്പിങ്ങനെ വെക്കും. ഓക്കെ, ഇന്ന് രാവിലെ എല്ലാവരും എല്ലാം എടുത്തുകൊണ്ട് പോയി. ഫസ്റ്റ് ഞാൻ അപ്പോൾ ഷോക്കായി. ഞാൻ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ഒരു 5-6 ദിവസം മുന്നേ ആൾക്കാർ ബുക്ക് ചെയ്യുന്ന ഇങ്ങനെ ഇവിടെ വന്നിട്ട് അതാണ് ഒട്ടും മനസ്സിലാകാത്തത്. എനിക്കറിയില്ല ഞങ്ങൾ പറയാൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ബട്ട് ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് ഹിയർ. ലൈക്ക് എൻ്റെ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് പൊങ്കൽ അവിടെ പോയിട്ട് ഇവിടെ ആദ്യമായിട്ട് പൊങ്കൽ ഇവിടെ അന്നേരം ഞങ്ങൾക്ക് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് നിന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് വേറൊരു കാര്യം, ഇവിടെ മാൽഡീവ്സ് ഉണ്ട് നാട്ടിൽ. ഇവരവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ അവിടെ അന്യപദക്കാരോ വേറെ അങ്ങനെ എന്താ പറയുന്നത്. അപ്പോൾ ആൾക്കാരവിടെ പറയുന്നത് മാൽഡീവ്സ് ആണ്. ഞാൻ പറഞ്ഞാൽ അതിനെന്താ അവർ വെളിയിൽ പോയി നിൽക്കുക, അവർ പൊങ്കാലല്ലേ ഇടുന്നത്. എനിക്കറിയത്തില്ല മനസ്സിൽ അവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നു. എന്നെ പിടിച്ച് പുറത്താക്കാൻ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോയി ഇത് മേസ്ത്രി അംഗം. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പൈസ ചോദിക്കുവാണ്. പോയിട്ട് ഓക്കെ, ഞങ്ങൾക്ക് ഞാൻ പൊങ്കാലിടുന്ന അവിടെ ഇത് പൂജ ചേച്ചി പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോളാണ്. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ നടക്കുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണിത്. ഓക്കെ ഓക്കെ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോവുക. അവിടെ അമ്പലം, ഞങ്ങളുടെ കുടമൊക്കെ അവിടെ ഇരിക്കുന്നു. ഇപ്പം ഞാനും മാനത്ത് ഇപ്പം അമ്പലത്തിൽ പോവുക. എനിക്കറിയില്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന്. ഓക്കെ, അറിയില്ല. അവിടെ ആക്ച്വലി എല്ലാം അടിയാണ് പൊങ്കാലിടാൻ വരുമ്പോൾ. എനിക്കത് മനസ്സിലാകത്തെ. ചേരനടി, അടുപ്പിനടി, ആൾക്കാർ ഇട്ട് വെച്ച് അടുപ്പിന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നു. കലം ഉണ്ടെങ്കിലും അടുപ്പ് റിസർവ് ആകത്തുള്ളതൊക്കെ പറഞ്ഞ് എനിക്കറിയത്തില്ല. ഞാൻ അപ്പോൾ ആലോചിക്കും, ദേവിക്ക് കിടക്കുന്ന പൂജയ്ക്ക് എന്തിനാ ഇവർ ഇങ്ങനെ മോഷ്ടിക്കുന്നതെന്ന്. ഞാൻ മോഷണം എന്താണെന്നറിയില്ല. എല്ലാവരും അടിയാണ്, ഫുള്ളടി. എന്നെ ആൾക്കാർ അടിക്കുമായിരിക്കല്ലേ, സോറി. പോലീസിന്റെ കർശനമായ നിർദ്ദേശമുണ്ട്. റോഡിന്റെ ഭാഗത്തും ശ്രീ അമ്പലത്തിലാണ് ഇലങ്കാവി ക്ഷേത്ര. ഇവിടെ ഞങ്ങൾ പോയത് പറയാണ്ട. ഞങ്ങളപ്പം ഇപ്പൊ ചായ കുടിക്കാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങളിപ്പോൾ മീറ്റ് ചെയ്യാം, ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എനിക്കത് നടക്കാൻ പറ്റില്ല. പുതിയ ഷൂ ആയതുകൊണ്ട് എനിക്ക് വേദന എടുക്കുന്നു. മാനത്തേക്ക് വിശക്കുന്നുണ്ട്. ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ സൈഡിലുണ്ടായിരുന്നു ഫുഡിൻ്റെ സ്ഥലം. ബട്ട് ഇനി അത്രയും ടൈമില്ല. ബിക്കോസ് 10:15 പൊങ്കാലിടും. ഇപ്പോൾ 10 മണി ആവാറായി. സോ വി കാൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹായ്, അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വന്നു. മാനസ എന്താ കഴിക്കുന്നത്? മാനസ കാബേജ് കഴിക്കുക. ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ അന്തം വിട്ട് നോക്കുന്നത് എൻ്റെ വ്ളോഗിങ് സ്കിൽസ് കണ്ടിട്ടായിരിക്കും. അത് ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അത് ഞാൻ വീഡിയോയിൽ ഇടും. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിൽ അത് വേറെ കാര്യം. ഇത് മാനസ് എനിക്ക് തന്ന റിങ്ങാണ്. ഇവിടെ ഇരുന്നോ? ആ ചായക്കട കാണിച്ചു തരാം. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഉള്ളൂർ ജംഗ്ഷനിൽ തന്നെ ഉള്ളൊരു ചായക്കടയാണ്. ദിസ് ഇസ് ക്വൈറ്റ് ഫേമസ്. ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്ക്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ തിരക്ക് ഇല്ലാതെ കാണുന്നത്. എൻ്റെ കാലിൽ ഇട്ടില് വയ്യ. എനിക്ക് ഫുൾ മുറിഞ്ഞ് ബാക്കിൽ. നമ്മൾ പുതിയ ഷൂ ഇടുമ്പോൾ ബാക്കിന് മുറിയത്തില്ലേ, അങ്ങനെ. ഞങ്ങളിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂട്. ഇവിടെ ബാക്കിൽ തന്നെ ഇവരുടെ അടുപ്പാനോ ഭയങ്കര ചൂടെടുക്കുന്നു. നിങ്ങൾ പറയും ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ചായ കുടിക്കണ്ടേ? സത്യം പറഞ്ഞാൽ എൻ്റെ മേളിൽ വീട്ടിൽ പോയി ചായ കുടിച്ചാൽ മതിയായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ ജസ്റ്റ് താഴെ ഞങ്ങൾ പൊങ്കാലിടുന്നത്. അപ്പം നമ്മൾ പൊങ്കാലിടുന്ന മുന്നേ നമ്മളിങ്ങനെ തോർത്ത് വെക്കും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്, ബട്ട് അങ്ങനെ തോർത്ത് വെക്കും. എല്ലാ ആൻറ്റിമാരും തോർത്ത് വെക്കും. ഈ പപ്പയുടെ ഫ്രണ്ട് വൈഫാണ്. ഈ ആൻറ്റിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് പൊങ്കാലയ്ക്ക് ഇടാൻ. മാനസ കാണാൻ പറ്റുന്നില്ലല്ലോ. അത് മാനസയുടെ അമ്മയാണ്. ഓക്കെ,
നമ്മളിങ്ങനെ ഇതാക്കി വെക്കും. അവിടെ തീ കൊടുക്കാൻ തുടങ്ങി. ആ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരും. ഓക്കെ, നമ്മളിത് കൊണ്ടുവന്ന് കത്തിക്കുന്നു. അപ്പം നമ്മളിനി അരി കഴുകണം. എല്ലാവരും അരി കഴുകി ഇടാൻ തുടങ്ങി. ഞാൻ ഇടാൻ തുടങ്ങിയില്ല. സൂക്ഷിക്കുക. അപ്പം എനിക്ക് അരി കഴുകാൻ പാത്രമുണ്ട്. മേസ്ത്രി ഞങ്ങൾ വന്ന് ഞാൻ കഴുകാം. നമ്മളിപ്പോൾ ഈ അരി കഴുകണം. അരി കഴുകി കഴിഞ്ഞ് ഇടാൻ പറ്റത്തുള്ളൂ. തേർഡ് ടൈം हिंदी भी बोल दो, हिंदी से। तो अपन है ना अभी तीन बार ये राइस धोना पड़ता है। हाँ। उसके बाद अपन कुछ करके डालेंगे, वो अभी हम दिखाएंगे। ആക്ച്വലി ഞാൻ ഈ 3 പ്രാവശ്യം കറക്കുന്നില്ല. അതങ്ങനെ 3 ടൈംസ് അങ്ങനെ ചെയ്ത് അരിയിടണം. ദെൻ നമുക്ക് ഫുള്ളായിട്ട് കുടയാൻ പറ്റും അരി. ഇതിനിടയ്ക്ക് കഴിഞ്ഞിട്ട് എൻ്റെ ആ സാധനം മാറിപ്പോയി. സോ എൻ്റെ സാരി കത്തിയാലോ ആ ഒരു ഒറ്റ അതിലാണ്. എല്ലാവരും ബിസിയാണ് പൊങ്കാലയുടെ ഇതിൽ ഇടാൻ വേണ്ടി. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കിലിരിക്കുന്ന അങ്ങ് റൂട്ട്സിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയായിരുന്നു. മര്യാദയ്ക്ക് വീഡിയോ എടുക്കണം, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ. ആൻഡ് റൂട്ട്സിന് വീഡിയോ എടുക്കുന്ന സ്കിൽസ് ഒന്നും കാണാനില്ല. അങ്ങനെ സാറ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. ഓക്കെ, ഹാപ്പി പൊങ്കാല. അഭിരാം ആൻഡ് റൂഫിൻ ബാക്കിലുണ്ട്. എൻ്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ഭയങ്കര ലേറ്റ് ആയിരുന്നു. ഓക്കെ, പൊങ്കാലിട്ടായിട്ട് കണ്ണീരൊക്കെ വന്ന് എനിക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പൊങ്കാലാണ് ചെയ്തത്. വീഡിയോ തരുന്നത് ആക്ച്വലി അക്കോർഡിംഗ് ടു ദ റിച്വൽസ് നമ്മുടെ അരി പെട്ടെന്ന് തിളച്ച് വെളിയിൽ വരണം. ഓക്കെ, കുറേ ടൈം എടുക്കുവാണെങ്കിൽ ഇറ്റ് മീൻസ് ദർ ഇസ് സംതിങ് റോങ്. എന്തെന്തോ പെട്ടെന്ന് വരികയാണെങ്കിൽ ഇറ്റ്സ് നൈസ്. ഈ പറയുമല്ലോ നല്ല നല്ല ഗുഡ് സൈൻ പെട്ടെന്ന് വരുവാണെങ്കിൽ. അതും നമ്മൾ നിൽക്കുന്ന സൈഡിലോട്ട് വീഴുവാണെങ്കിൽ ഇറ്റ്സ് വെരി നൈസ്. അപ്പർ സൈഡിൽ വീഴുവാണെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ വി ഓൾ ആർ വെയിറ്റിംഗ്. ഇതെപ്പം പെട്ടെന്ന് പൊങ്ങി വെളിയിലോട്ട് വരും. എല്ലാവരും അവരുടെ കല നോക്കി ഇങ്ങനെ ഇരിക്കും കുറേ നേരം അൺടിൽ ഇത് വരുന്നു. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ വെളിയിലോട്ട് ചാടുന്നു. സോ ഐ വാസ് സേഫ്. ഐ വാസ് ലൈക്ക് ഭാഗ്യം. ആ ഒരു ടൈമിൽ ടെൻഷൻ ഉണ്ടല്ലോ, ഭയങ്കര ടെൻഷനാണ് ആ സമയത്ത്. സോ ഇപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വെളി വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർ ഓൾ സേഫ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നോക്കാൻ തുടങ്ങും ആരുടെയാണ് ഫസ്റ്റ് വന്ന്. അവിടെ ഭയങ്കര കോമ്പറ്റീഷൻ. എൻ്റെ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു. അവരെന്തോ 4 people ടുഗെദർ ആയിരുന്നു. എൻ്റെ ഇവർ ലൈക്ക് ഞങ്ങളുടെ ഫസ്റ്റ്, എൻ്റെ ഫസ്റ്റ് വന്നു, അവളുടെ ഫസ്റ്റ് വന്നു, അങ്ങനെ. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു കണ്ണാടിയിട്ട് ചെറുക്കനെ കണ്ടല്ലോ. ഹീസ് മൈ ഫ്രണ്ട് അഭിരാം. ഓക്കെ, ഭയങ്കര പുക, കണ്ണെല്ലാവരുടെയും പൊള്ളുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ റൂട്ട്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ട് വേറൊരു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ജ്യൂസും ഇത് വാട്ടർ മെലൺ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. സോ അതിൻ്റെ വീഡിയോ ആണ് റൂട്ട്സിങ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഞാൻ ഇവിടെ റൂട്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കുറച്ച് വീഡിയോ എടുക്കുക, നമ്മളെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത്. ബട്ട് റൂട്ട്സിങ് വേറെ എവിടെയൊക്കെ പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഐ നോ ഇറ്റ്സ് ഡിസപ്പോയിൻറ്റിങ്, ബട്ട് വാട്ട് ടു ഡു.
പാവം ഇത്ര കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് ഞാനിതും ഇടുവാണ് എൻ്റെ വ്ളോഗിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കോമ്പറ്റീഷനുള്ള ആൾക്കാർ അതിവരെ കണ്ണിനൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും പുക കാരണം. അയ്യോ, ഇവിടെ എല്ലാവരും കണ്ണ് ഇങ്ങനെ പിടിക്കുന്നുണ്ടോ? പുക കാരണം ആർക്കും കണ്ണുറക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ. അപ്പം ഇവിടെ സ്ട്രഗിൾ ഭയങ്കര റീലാണ്. ഈ പുകയൊക്കെ കണ്ണിനകത്ത് കയറി മേക്കപ്പും എല്ലാം പോകുന്നത്. കാണിച്ചേരാ കാണിച്ചുതരാം. എൻ്റെ കണ്ണൊക്കെ പോയി. എൻ്റെ കണ്ണ് അവിടെ ഇരിക്കുമല്ലോ, സോറി, ഞാൻ മറന്നു ആ കാര്യം. എൻ്റെ പിന്നെ മറ്റേ ആൻറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറേ. അവിടെ കണ്ട് വയ്ക്കാൻ പറഞ്ഞേ. कौन सा आपका? ये हाँ? हाँ. അപ്പം നമുക്കിവിടെ കുറച്ച് ലവിങ് ഹസ്ബൻഡ്സ് നമുക്കിവിടെ കാണാൻ കിട്ടും. അവർ ഫുൾ ടൈം അവരുടെ വൈഫ്സിൻ്റെ വീഡിയോയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ലിറ്ററലി ആ ഫുൾ ടൈം നമുക്കതെല്ലാം കാണാൻ കിട്ടും ഇവിടെ നിൽക്കുമ്പോൾ. ചില ആൾക്കാർ ഹസ്ബൻഡ്സിൻ്റെ കൂടെ പിള്ളേരുടെ കൂടെയൊക്കെ വരും, ചില ആൾക്കാർ ഒറ്റയ്ക്ക് വന്ന് പൊങ്കാല ഇടുന്ന കാണാം. സോ ആക്ച്വലി ആ സീൻസ് നല്ലതാണ്. ആൻഡ് ഇതും റൂപ്സിങ് റെക്കോർഡ് ചെയ്യാൻ നോക്കുവാണ്. റൂപ്സിങ്ങിൻ്റെ ഫുൾ സ്കിൽസ് കൊണ്ട് റൂപ്സിങ് റെക്കോർഡ് ചെയ്യുകയാണ്. ആദ്യം റൂപ്സിനെ നാണമായിരുന്നു, പിന്നെ ഞങ്ങൾ തള്ളി വിട്ട് പോയി ചെയ്തോ എടുത്തു, ആരും ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. സോ ഇത് റൂപ്സിങ് ആലോചിക്കുകയാണ് എങ്ങോട്ട് പോകണം. നമുക്ക് പിന്നെ മാനസിനെ ആൻറ്റിനെ കാണാം. ഓക്കെ, ഇത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ, അതിൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു. അവിടെ എല്ലാവരും പറയുമായിരുന്നു എനിക്ക് പൊങ്കാലിനെക്കാട്ടും കൂടുതൽ കോൺസെൻട്രേഷൻ്റെ വ്ളോഗ് എടുക്കുന്നതിലാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ വ്ളോഗിങ് കണ്ടോ, വീഡിയോഗ്രാഫി കണ്ടോ, എനിക്ക് ആരൊക്കെ സാധിക്കും ഇതിൻ്റെ ഇടയ്ക്ക് സംഭവം തന്നെ. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൻ്റെ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യണം. ഇപ്പം ഞങ്ങളുടെ പൊങ്കാലയിട്ട് തീരുന്നു. ഇത് അപ്പുറത്ത് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നു കഴിക്കാൻ. ആക്ച്വലി പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ എന്തൊക്കെയായിരുന്നു, മറ്റേ അരി തെളിച്ച് വരും, പൊങ്ങി വരും, വീഴും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശർക്കര, പിന്നെ ഇത് എന്താ പറയുക, നെയ്, പിന്നെ ബാക്കി ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ഉള്ള ഇടും. ഞങ്ങളുടെ എന്താ കഴിഞ്ഞു പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ ഇന്ന് നമ്മൾ മൂടി വെക്കും ഇല ഇട്ട്. സോ ഇപ്പം തന്നെ ഇവിടെ എല്ലാ ആൾക്കാരും ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നു. ടയേർഡാവുമല്ലോ എല്ലാവരും. ഞങ്ങളുടെ മേക്കപ്പ് എല്ലാം പോയി, അത് വേറെ കാര്യം. മാനസിക വിഷമമുണ്ടോ മേക്കപ്പ് പോയത്? ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മാംഗോ ജ്യൂസ് കിട്ടി, വാട്ടർമെലൻ കിട്ടി, പിന്നെ എന്ത് ഓറുവെള്ളം കിട്ടി. അങ്ങനെ ഓരോ സംഭവങ്ങൾ തിന്നാനും കുടിക്കാനും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തണലുള്ളതുകൊണ്ട് വലിയ ചൂടായിട്ടൊന്നും എടുക്കുന്നില്ല. എന്താ വെള്ളം? ഈ ബോട്ടിൽ നല്ല വെള്ളമാണ്. പിള്ളേർ കഴിക്കുന്നുണ്ടോ? പിന്നെ എല്ലാവർക്കും മുറിച്ചു മുറിക്കണം. ആക്ച്വലി പൊങ്കാലയുടെ സമയത്ത് ഒന്നും കഴിക്കാൻ പാടില്ല. പൊങ്കാലയുടെ നന്ദി തേര് ഞാൻ ഒരു പഴത്തിൻ്റെ ഒരു പീസ് സൈഡിൽ എൻ്റെ കയ്യിൽ വീണു, അപ്പം വായിലിട്ടു. അപ്പം എനിക്ക് പറഞ്ഞു എങ്ങനെ കഴിച്ചത്? പൊങ്കാലയുടെ സാധനം കഴിക്കാൻ പൊങ്കാല ഇടുന്ന ടൈം അത്രയും നേരം അങ്ങനെ എന്തോ ഉണ്ട്, നമുക്ക് അറിയത്തില്ലായിരുന്നു. സോ പിന്നെ എനിക്കറിയാത്തോണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. കണ്ണുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഞങ്ങളുടെ കണ്ണല്ലേ ഞങ്ങളാണ് ഇപ്പം എൻ്റെ വോയിസ് കേൾക്കത്തില്ല. ഞങ്ങളിപ്പോഴേ ഫുഡ് കഴിക്കാൻ നിൽക്കുക. ആക്ച്വലി ഞങ്ങൾ അഭിരാമിനെയും റൂസിനെയും പറഞ്ഞു വിട്ടു. ബട്ട് അമ്മ കുറേ വഴക്ക് പറഞ്ഞു, അവർക്ക് കൊണ്ട് കഴിക്കണ്ടായെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വന്നത്. പാവം നല്ല മനസ്സുള്ള അഭിരാമി. എൻ്റെ തോർത്ത് ഇതിൽ കുടുങ്ങിയിരിക്കുക, ഭയങ്കര വെയില്. എന്താ സന്തോഷം. നീ ഇത് പിടിച്ചേ, എൻ്റെ ഇത് കൈ കുടുങ്ങിയിരിക്കുന്നു. അഭിരാമിനെ കാണിച്ചു തരാം. നല്ല മനസ്സുള്ള അഭിരാം ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് മേടിക്കാൻ നിൽക്കുന്നു. എനിക്ക് കിട്ടുന്നുണ്ടേ. ഇത് കാണിച്ചു കൊടുക്കാം, തിരിയാൻ പറ്റത്തില്ല. ഹായ്, ഞങ്ങൾ ഇപ്പോഴും തിരക്കി നിൽക്കുക, ഐ മീൻ വഴിയിൽ നിൽക്കുക. ഭയങ്കര ചൂടാ.
ഞങ്ങൾ ലൈനിൽ പോലെയല്ല നിൽക്കുന്നത്, ഇവർ ലൈനില്ല, ഇവരുടെ കൂട്ടത്തിൽ സൈഡിൽ ഞങ്ങൾ നിൽക്കുക. അല്ല ഇനി 5-6 സ്പേസ് ബാക്കി പോകേണ്ടി വരും. വലിയ കുറെ നേരമായി നിൽക്കാൻ ഭയങ്കര പൊള്ളുന്ന. ഞങ്ങളിവിടെ തോർത്തിന്റെ അടിയില്ല. അഭിരാം പിന്നെ ഇവിടെ പാവം. ഞാനും അഭിരാമം പരിചയപ്പെട്ടിട്ട് 1 വർഷമായി. ഞങ്ങൾ കഴിഞ്ഞ പൊങ്കാലയില പരിചയപ്പെട്ടു. ഞാനുള്ളോണ്ട് അഭിരാമിനൊരു നല്ല ഫ്രണ്ടിനെ കിട്ടി ഇവിടെ. ഞാൻ റൂഫിങ് അഭിരാമിന്റെ 3 സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട്. എനിക്ക് 3 ഒന്ന് ഞാനും ഒന്ന് ഇവിടെ കൂടുതലുണ്ടോ? അഭിരാമിന് പുച്ഛം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ കൂട്ടി നല്ലൊരു ഫ്രണ്ടിൽ കിട്ടിയത് അഭിരാമിന് വളരെ സന്തോഷമുണ്ട് അല്ലേ? അതെ, അഭിരാമിന് ഭയങ്കര സന്തോഷമുണ്ട്. റൂഫിങ് അഭിരാമിന്റെ റൂഫിങ്ങിന് ഭയങ്കര ചൂടെടുക്കുന്നു. എത്ര ടൈം എടുക്കുന്നൊക്കെ പറയുന്നു. ചൂടുണ്ട്, കൈയൊക്കെ പൊള്ളുക. അഭിരാമിന്റെ കോമഡി കേൾക്കണം. മെയിൽ സഹിക്കാവോ? എന്റെ വ്ളോഗ് സഹിക്കാൻ പറ്റാത്തന്നൊക്കെ എനിക്കറിയില്ല. നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല? ചന്നല എഴുതിയിടും. ചുമ്മാ ഇത്ര കഷ്ടപ്പെട്ട് എടുക്കുമല്ലേ. എന്റെ ഫോൺ പോലും അല്ല. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇവളുടെ ക്യാമറ? ഈ ക്യൂ ഭയങ്കര വലിയതായിരുന്നു. ആൻഡ് ഗ്രൂപ്പ് സിംഗ് എടുക്കുന്ന വീഡിയോ എനിക്ക് തന്നിട്ടും ഇല്ല. ഗ്രൂപ്പ് ഭയങ്കര ഷോ ആയിരുന്നു വീഡിയോ വെച്ചാൽ എനിക്ക്. ഓ, ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു മാനസ പറ? ഒരു പിന്നെ അച്ചാർ, മാങ്ങാച്ചാർ, പിന്നെ ഒരു മോര്. പക്ഷെ മധുരമായിരുന്നു അത്. ബട്ട് ഇറ്റ് വാസ് നൈസ്. ഞങ്ങൾ ചോറ് കഴിച്ചു. ഞങ്ങൾ ആ ലൈനിൽ നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുക. ഇതൊക്കെ ഭയങ്കര വെയിലാണ്. പക്ഷെ അത്രയും ചൂടൊന്നും എടുക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾ 1:15 ആകാൻ വെയിറ്റ് ചെയ്യുക. 1:15 അവരെന്താ വന്ന് തളിക്കും. തളിക്കാൻ സാധനത്തിന് പേരെന്തോ? ഹോളി വാട്ടർ തളിക്കും. ഓക്കെ. മാനസ ആക്ച്വലി ഇത് ഞങ്ങൾ രണ്ടുപേരുടെ ഫസ്റ്റ് ഇതാ പൊങ്കാല. സോ നമുക്ക് ഇപ്പോഴേ പറയാം നമ്മുടെ റിവ്യൂ. ഓക്കെ. സോ എൻ്റെ കണ്ണിൻ്റെ ഇടയ്ക്ക് അപ്പം ഞങ്ങൾ വിചാരിച്ചില്ല പുക വരുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നമുക്ക് ലിറ്ററലി ആ അടുപ്പിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. ഞാൻ ലിറ്ററലി ആലോചിക്കുന്നു ഇപ്പോഴത്തെ ആൻറ്റിമാർക്ക് എങ്ങനെ നിൽക്കുന്നു. കണ്ണിൻ്റെ അത് വേണം. ഞാൻ അതാ. എന്നിട്ട് ഞാനൊക്കെ ദൂരെ നിൽക്കായിരുന്നു. എൻ്റെ അതൊക്കെ വേറൊരു ആൻറ്റി ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. പാവ ആൻറ്റി. എൻ്റെ ആൻറ്റി ഞാൻ ജസ്റ്റ് അതിനകത്ത് ചോറും പിന്നെ ഏതൊരു സാധനം കൂടെ മാത്രമേ ഇട്ടുള്ളൂ. ചോറും ശർക്കരയും ഇത് അല്ലല്ല ഘീ. ഇത് 3 ഞാൻ അതിൻ്റെ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇളക്കിയിട്ട് പോലും ഇല്ല അത്. എല്ലാ ആൻറ്റി എൻ്റെ കണ്ണൊക്കെ കണ്ടിട്ട് ആൻറ്റി പേടിച്ചു. ആൻറ്റി ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. ആൻറ്റി പപ്പയുടെ ഫ്രണ്ട് വൈഫ്, അതുകൊണ്ടാണ്. അല്ലാതെ അപ്പുറപ്പുറം ആൻറ്റി വരെ ഒന്നും ചെയ്യില്ലല്ലോ. സോ ഇറ്റ് വാസ് നൈസ്. പിന്നെ ഇടയ്ക്ക് ഫ്ലൈ സ്റ്റാർ ഉണ്ട് അവിടെ ഏവിയേഷൻ സെൻറ്റർ ഫ്രണ്ടിൽ. അവർ എല്ലാവർക്കും മോരും വെള്ളം തന്നുകൊണ്ടിരിക്കുക. സോ ഞാനും കുറേ നേരം കൊണ്ട് മോരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. തിന്നാ ഇതിപ്പം കുഴപ്പമില്ല. പിന്നെ ആ വെള്ളം തിളയ്ക്കുന്നത് എനിക്കറിയില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റൂല വെള്ളം തിളയ്ക്കുന്നത്. പിന്നെ ഇവിടെ ആക്ച്വലി ഫുൾ ഞങ്ങളുടെ കരഞ്ഞ് മീൻസ് മനസ്സിലായോ? മറ്റേ പുക കണ്ണിലടിച്ച് കയറി കൺമശി എല്ലാം ഇളകിപ്പോയി. ഫോട്ടോ എടുക്കാൻ കൊള്ളാം. മാനസയുടെ ഇത് കണ്ടു. ജുംക്ക് അവളുടെ മുഖത്തിനായിട്ട് വലുതാണ്. പിന്നെ മാനസ റിങ് അപ്പുറത്ത് ഞാൻ രാവിലെ കാണിച്ചായിരുന്നു. എൻ്റെ ഇപ്പുറത്തെ കയ്യിലാണ്. മാനസ 100 കൊടുത്ത് വാങ്ങിയ റിങ്ങായോണ്ട് മാനസയ്ക്ക് ടെൻഷൻ. എനിക്ക് തന്നെ റിങ്ങാ. പിന്നെ എന്തായിരുന്നു റിങ് കാണിക്കേ. എനിക്ക് തോന്നുന്നല്ലോ ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ? ഇല്ല. സോ ഇതാണ് ആ റിങ് മാനസ. ആക്ച്വലി ഇതും മാനസ തന്നെ. ഇവൻ എൻ്റെ പിന്നെ എന്തായിരുന്നു ഇവിടെ ഈ കയ്യിലോട്ട് ഇത് വയ്യാടിക്ക്. ആക്ച്വലി എൻ്റെ സാരി ഇപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അമ്മ നോക്കിയൊക്കെ പറയാം. ആരും ചോദിച്ചില്ല ആരാ സാരി എടുപ്പിച്ചതെന്ന്. എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൽ പോയി ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ ഭയങ്കര അത്രയും പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ സ്റ്റാർട്ടിങ് പൊങ്കലിൽ ഞങ്ങൾ കുറച്ച് അതായിരുന്നെങ്കിലും പിന്നീട് ഇറ്റ് വാസ് ഗുഡ്.
സോ ഇപ്പം മറ്റേ ആ വെള്ളം തിളയ്ക്കാൻ വരുന്ന ടൈമാണ്. ആൾക്കാരെല്ലാം ഇത് ഈ കുടം താഴോട്ട് വെക്കണം. മനസ്സിലായോ? ഇതെൻ്റെ എന്നാൽ അടുപ്പ് തുറന്ന് വെക്കണം. അവിടെ നിന്ന് ഇപ്പം പോറ്റി വരും. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കിട്ടി. മാംസ വെയിലത്തിന് മാറി നിൽക്കുന്നു. ഇതിനിടയ്ക്ക് ഇവർ പൈസ എടുക്കാൻ ഒരു ബക്കറ്റിൽ വരും, പോറ്റി വരും. പോറ്റി ഇങ്ങനെ ആ പോറ്റി വെള്ളം കളിച്ചുകൊണ്ട് പോവുക. ആൻഡ് ഓൾസോ വേറൊരു സാധനം നടക്കുന്നുണ്ട്. അതെന്തായിരുന്നു ഞാൻ മറന്നുപോയി. തെളിച്ച് കഴിയുമ്പോൾ എല്ലാവരും ഓടാനുള്ള തിരക്കില്ല. ബിക്കോസ് റഷ് അല്ലേ. ഇനിയിപ്പോൾ എല്ലാവർക്കും പോകാനുള്ള ഓട്ടത്തിരക്കിലാണ് എല്ലാവരും. അയ്യോ, സോ ഫൈനലി ടയേർഡായി മേളി വന്നു. എല്ലാം കഴിഞ്ഞു.